ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും ആ മരിച്ച ജനാസയുടെ കൂടെ മയ്യിത്ത് നിസ്കരിക്കുകയും ആ ജനാസയെ അനുഗമിക്കുകയും ചെയ്താൽ ഫലഹു ഖീറാത്ത് വൽ ഖീറാത്തു മിസ്ല ജബലി ഉഹുദിൻ, ഉഹദ് മലയോളം വരുന്ന പ്രതിഫലം ഒരു മയ്യിത്തിന്റെ കൂടെ പോകുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. എന്നാൽ ആ മയ്യിത്ത് മറവ് ചെയ്യുന്നവരെ ആരെങ്കിലും പള്ളിക്കാട്ടിൽ ആ മയ്യിത്തിന്റെ കൂടെ മറവ് ചെയ്ത് പൂർത്തിയാകുന്നവരെ അവിടുത്തെ തൽഖീനും ആ മയ്യിത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ആ മയ്യിത്തിനെ പരിപൂർണമായും മറവ് ചെയ്ത് പൂർത്തിയാകുന്നവരെ കാത്തിരുന്നാൽ ഫലഹു ഖീറാത്താനി, അവർക്ക് ജബൽ ഉഹദിനോളം വരുന്ന രണ്ട് മലകളുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കരയാൻ തുടങ്ങി. എന്തിനാ നിങ്ങൾ കരയുന്നത്? ഈ ഹദീസ് ഞാൻ കേട്ടില്ലല്ലോ. മയ്യിത്തുകൾ കാണുമ്പോൾ കൂടെ പോകാറുണ്ട്, പക്ഷേ മറവ് ചെയ്ത് കഴിയുന്നവരെ ഞാൻ പള്ളിക്കാട്ടിലേക്ക് പോകാറില്ല, ഖബറിന്റെ അരികത്തേക്ക് പോകാറില്ല. അത് മറ്റുള്ളവരുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതിന് അല്ലാഹുവിന്റെ റസൂൽ രണ്ട് ഖീറാത്ത് മഹാമലകളോളം വരുന്ന പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞത് എനിക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് കരയുകയും, ആ ഹദീസ് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ മഹാനവറുകൾ തന്റെ ഒരു മൗലയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്ത് ചോദിച്ചു, ആയിഷ ബീവി, അബൂ ഹുറൈറ പറയുന്ന ഈ ഹദീസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, നഅം സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ മെഹബൂബായ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ജനാസയെ അനുഗമിക്കുന്നവർക്ക് ഒരു ഖീറാത്ത്, ഒരു മലയോളം പ്രതിഫലവും, മയ്യിത്ത് മറവ് ചെയ്യുന്നവരെ കൂടെ നിന്നാൽ രണ്ട് മഹാമലയോളം വരുന്ന പ്രതിഫലവുമുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ മറുപടി കിട്ടുന്നവരെ കുറച്ച് കല്ലെടുത്ത് കൈകളിൽ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ആയിഷ ബീവി ആ ഹദീസ് ശരിയാണ് എന്ന് പറഞ്ഞപ്പോ ആ കൈകളിലെ കല്ല് ഭൂമിയിലേക്ക് എറിഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കം ഫറത്നാ മിൻ ഖവാരീത്, എത്രയെല്ലാം പ്രതിഫലങ്ങളാണ്, എത്രയെല്ലാം മഹാമലകളാണ് എനിക്ക് നഷ്ടമായത്.